ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ 2 കൊരിന്ത്യർ 11 അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13 വരെയുള്ള വാക്യങ്ങളാണ് കണ്ടത്. 11 അധ്യായം പൗലോസ് അപ്പോസ്തലൻ തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ ക്രിസ്തുവിലുള്ള ഒരു സുവിശേഷ വേലയെക്കുറിച്ച് അല്പം പ്രശംസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടങ്ങുന്നത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം എന്നെ പറ്റി തന്നെ പ്രശംസിക്കാനായിട്ട് പോവുകയാണ്. അതിനെ ഞാൻ പറയുന്നത് നിങ്ങൾ പൊറുക്കണം, ഒരു പോഷനെ പോലെ എന്നെ കരുതണമെന്നൊക്കെ പറയുന്നു. കാരണം താന് സ്വയമായി ഒരിക്കലും താൻ പ്രശംസിക്കാറില്ല, താനത് ആഗ്രഹിച്ചുമില്ല. ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രം ആശ്രയിക്കാനാണ് താൻ ആഗ്രഹിച്ചത്. നമ്മള് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം സ്നാനം കഴിപ്പിക്കാനല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ അത്രേ ദൈവം എന്നെ അയച്ചത്. ആ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കാണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താനും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് തനിക്ക് താനൊരു ജ്ഞാനിയാണ്, താന് ഈ ലോകത്തിൻ്റെതായ എല്ലാ എന്താ പറയുക വിദ്യാഭ്യാസം ഒക്കെ നേടിയതാണ്. അന്നത്തെ കാലത്തെ ഗമാലിയേൽ എന്ന് പറയുന്ന വലിയൊരു ഗുരുവിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് തന്റെ ആ ജ്ഞാനം, അലൗകികമായ ജ്ഞാനം ഒന്നും താൻ അതിലെ സുവിശേഷം അറിയിക്കുന്നതിൽ താൻ ഒരിക്കലും ഉപയോഗിച്ചില്ല. അതുകൊണ്ട് താൻ പറയുന്നു, സുവിശേഷം അറിയിക്കാനാ ക്രിസ്തു എന്നെ അയച്ചത്, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ഞാൻ പ്രശംസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം എൻ്റെ ആ ജ്ഞാനത്തിൽ പ്രശംസിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഉയരുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശ് അല്ല ഉയരുന്നത്. ഞാൻ എപ്പോഴും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ താൻ പറയുകയാണ്, ഞാനിപ്പോൾ പ്രശംസിക്കുക, പക്ഷെ അത് നിങ്ങൾ അങ്ങ് പൊറുക്കണം, കാരണം എനിക്ക് പ്രശംസിച്ചേ മതിയാകത്തുള്ളൂ. നിർബന്ധത്താലാണ് ചെയ്യുന്നത്. അതിന്റെ കാരണവും താൻ പറഞ്ഞു. കൊരിന്ത്യയിൽ ഒരു ജനം ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചതിനാലാണ്. പൗലോസും കൂടെയുള്ളവരും അവിടെ പോവുകയും അങ്ങനെ ക്രിസ്തുവിനു വേണ്ടി ഒരു ജനം അവിടെ ഉണ്ടാവുകയും ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. അവർ സത്യസുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടാണ് ദൈവത്തെങ്കിലേക്ക് വന്നത്. പക്ഷേ കുറെ കാലങ്ങൾക്ക് ശേഷം അവിടെ കടന്നു കയറിയ ഫോൾസ് ടീച്ചേഴ്സ് അവരെ വേറൊരു സുവിശേഷം പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അവര് പ്രസംഗിച്ചത് വേറൊരു സുവിശേഷമായിരുന്നു. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് സുവിശേഷമേ അല്ലാതിരുന്നാ പറയുന്നത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്. അപ്പൊ അത് സുവിശേഷമല്ല അവർ, പക്ഷെ അവര് വേറൊരു യേശുവിനെ പ്രസംഗിച്ചു, വേറൊരു സുവിശേഷം പ്രസംഗിച്ചു, അവർക്ക് കൈക്കൊള്ളാത്ത വേറൊരു ആത്മാവിനെ അവർ പ്രസംഗിച്ചു. പക്ഷെ ഈ കൊരിന്ത്യർ അതെല്ലാം കൈക്കൊള്ളുകയാണ് ചെയ്ത് അവരെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിഷമിച്ചു. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് അവര് മാറിപ്പോയി. എന്തുകൊണ്ട് അവര് മാറിപ്പോയി? പൗലോസ് അപ്പോസ്തലന് തന്റെ ജ്ഞാനം ഉപയോഗിക്കാമായിരുന്നു, താൻ അതൊന്നും ഉപയോഗിച്ചില്ല. താൻ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ അവിടെ വന്ന നുഴഞ്ഞു കയറിയ ഫോൾസ് ടീച്ചേഴ്സ് എന്താ ചെയ്തേ? അവര് തന്നിൽ തന്നെ പ്രശംസിക്കുകയും അവര് ജ്ഞാനമുള്ളവരായി കാണിക്കുകയും അവരുടെ വലയിൽ കൊരിന്ത്യർ വീഴുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടല്ലേ നമ്മള് ആ 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുമോ? കാരണം ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ ക്രിസ്തുവിനുള്ള നിർമ്മലതയും, ആ ഒരു നിർമ്മല കന്യക തന്റെ ഭർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവിന്റെ വരവിൽ വരെ വിശുദ്ധിയും നിഷ്കളങ്കമേ കാണുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ അവരെ നമ്മൾ പഴയ നിയമം പറയുന്നത് ക്രിസ്തുവിനെ വിട്ടല്ല, ദൈവത്തെ വിട്ടു പോകുന്നതിന് പരസംഗം ചെയ്യുക എന്നാ പറയുന്നത്. അപ്പം വേറൊരു സുവിശേഷത്തിലേക്ക് പോയി അവര് ആ പരസംഗത്തിന്റെ പോലെ ആയിത്തീർന്ന്. അങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരെ തിരിച്ചു ദൈവം
ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ. കാരണം അവരുടെ ഇടയിലുള്ള ഫോൾസ് ടീച്ചേഴ്സ് പറഞ്ഞത് അവരാണ് വലിയവരെ, അവർക്ക് വാക്സാമർത്ഥ്യമുണ്ട്. പൗലോസ് ചെറിയ കാഴ്ചകൾ കുറിയവനാണ്, വാക്സാമർത്ഥ്യമില്ല. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എങ്ങനെയാ, പൗലോസ് അപ്പോസ്തലൻ അവരോട് സൗജന്യമായി സുവിശേഷം അറിയിക്കുന്നുണ്ട്. പൗലോസിന് അവരോട് സ്നേഹമില്ല. അന്നത്തെ കാലത്ത് പ്രസംഗിക്കുന്നവരൊക്കെ വലിയ എന്താ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാരൊക്കെ അവരെന്തോ ചെയ്യുന്നത്, അവര് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് നല്ല ഒരു തുക ഈടാക്കിക്കൊണ്ടായിരിക്കും അവർ പ്രസംഗിക്കുകയോ സുവിശേഷം പറയുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് കൊരിന്തിൽ നിന്ന് ഒരു സഹായവും ആവശ്യപ്പെടാതെയും അവരിൽ നിന്നൊന്നും കൈപ്പറ്റാതെയും മറ്റു സഭകളോട് കവർന്നെന്ന് നമ്മൾ പറയുന്നുണ്ട്. മറ്റു സഭകളും സഹായിച്ചത് അതെല്ലാം താൻ, അതുപോലെ തന്നെ താൻ അവിടെ കൂടാരപ്പണി ചെയ്ത് ദൈവ ശുശ്രൂഷ ചെയ്തതായിട്ടാണ് നാം കാണുന്നത്. അപ്പൊ അവരുടെ ഇടയിലുള്ള ആ ഫോൾസ് ടീച്ചേഴ്സ് പറയുന്ന പൗലോസ് സൗജന്യമായി ചെയ്തുകൊണ്ട് പൗലോസിന് കൊരിന്ത്യരോട് സ്നേഹമില്ല. അത് അവർക്കും പ്രശ്നമായി തീരും. കാരണം പൗലോസ് സൗജന്യമായി ചെയ്യുന്നത് കണ്ട് അവർക്കും അങ്ങനെ വാങ്ങിക്കാൻ ഒക്കത്തില്ലല്ലോ, അവരുടെ വായും അല്ല കീശയും നിറയത്തില്ലല്ലോ. അതുകൊണ്ട് അത് അവർക്കൊരു പ്രോബ്ലം. അതുകൊണ്ട് പറയുന്ന പൗലോസിന് അവരോട് സ്നേഹമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നിട്ട് പൗലോസ് പറയാ, തന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവരുടെ കാരണം ഇല്ലാതാക്കേണ്ടതിന് താൻ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവര് കള്ള അപ്പോസ്തലന്മാരാണ്. അവര് സ്വയമായി പ്രശംസിച്ച് കൊരിന്ത്യരെ അവരുടെ വലയിൽ ആക്കി തീർത്തിട്ട് പൗലോസിനെ കുറ്റം പറയുകയാണ് ചെയ്തത്. അപ്പം പറയുകയാണ്, ഇങ്ങനെയുള്ളവര് കള്ള അപ്പോസ്തലന്മാരാണ്, കള്ള വേലക്കാരാണ്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അവര് വേറൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. പൗലോസ് സുവിശേഷിച്ച ആ ഒരു ക്രിസ്തുവിനെ അല്ല അവര് പ്രസംഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പം ഇങ്ങനെയുള്ളവര് കള്ള അപ്പോസ്തലന്മാർ, കപടവേഷക്കാർ, അങ്ങനെയുള്ളവരുടെ വലയിൽ കൊരിന്ത്യർ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ആ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം പൗലോസ് പറയുന്നത് അവിടെ സാത്താന്റെ വേലക്കാരാണ് വന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഓക്കെ, 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 2 കൊരിന്ത്യർ 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പം സാത്താനെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ സാത്താനെ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ, സാത്താനെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ, 2 കൊമ്പും കറുത്ത ഒരു രൂപമൊക്കെ അല്ലേ പറയുന്നത്, നമ്മൾ ഈ സ്വപ്നത്തിൽ കാണുന്നത് പോലെയൊക്കെ. അങ്ങനെയുള്ള ഒന്നും അല്ല ആ സാത്താനെ. അതുകൊണ്ടാണ് ആ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചത് കൊണ്ടാണ് കൊരിന്ത്യർ അവരുടെ വലയിൽ വീഴാനായിട്ട് ഇടയായി തീർന്നത്. അവർ നല്ല വാഗ്മികളായിരുന്നിരിക്കാം, കാണാൻ നല്ലവരായിരുന്നിരിക്കാം, അവര് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ ആളുകളെ വശീകരിക്കുന്നവരായിരിക്കാം. നമ്മളെപ്പോഴും നമുക്കറിയാവുന്നതാണ്, നമ്മളുടെ ഇടയിലൊക്കെയാണ് നല്ലോണം സംസാരിക്കുന്നവരോട് എല്ലാവർക്കും വലിയ താല്പര്യം, ഇച്ചിരി പച്ചാരവാക്കൊക്കെ പറയുന്നവരോട് എല്ലാവർക്കും കാര്യങ്ങൾ നേരെ പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമില്ല അല്ലെ. അപ്പൊ ആ നമ്മൾ ഇച്ചിരി സ്നേഹത്തോടും ഇച്ചിരി പ്ലസ് വേർഡ്സ് ഒക്കെ ഇച്ചിരി പ്രയോഗിച്ച് കഴിയുന്നവരോടൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയാണ് കൊരിന്ത്യർ അവരുടെ വലയിൽ അകപ്പെടാനായിട്ട് കാരണമായി തീർന്നത്. അപ്പം പൗലോസ് പറയുക, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ സാത്താന്റെ വേലക്കാരെ വെളിച്ചദൂതന്റെ വേഷം അല്ലെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് കൊരിന്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പാമ്പിനെ കുറിച്ച് പറയുന്നത് കൗശലമുള്ള ഒരു ജീവി ആയിരുന്നു പാമ്പെന്ന് പറയുന്നത്, സർപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ സർപ്പം ആ പാമ്പിലേക്ക് കടക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു സാത്താൻ പാമ്പിന്റെ ആ ഒരു രൂപത്തിൽ വരികയാണ് ചെയ്തത്. പാമ്പാണ് വന്നത്, പക്ഷെ പാമ്പിൽ സാത്താൻ പാമ്പിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ കൗശലത്തോടു കൂടിയാ വന്നത് അല്ലെ. അപ്പം സൗന്ദര്യമുള്ള ഒരു ജീവി ആയിരുന്നായിരിക്കാം പാമ്പ് അന്നത്തെ കാലത്ത്, നമുക്ക് പറയാനൊക്കെ ഇല്ല. അങ്ങനെ സൗന്ദര്യമില്ലാത്തതും കൗശലമില്ലാത്തതും ആയിരുന്നെങ്കിൽ ഹവ്വ ഒരിക്കലും പാമ്പിന്റെ വലയത്തിൽ വീഴുവാനായിട്ട് ഇടയായി തീരത്തില്ല. ഇപ്പം ദൈവം അവരോട് കൂടെ ഇരുന്നതും, ദൈവം അവരെ പറഞ്ഞു പഠിപ്പിക്കുക, എല്ലാ വൈകുന്നേരങ്ങളിലും ദൈവം അവരോട് കൂടെ വന്നിരുന്ന് സംസാരിക്കുക
അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവര് പെട്ടെന്നൊന്നും ഒരു സാത്താന്റെ വലയത്തിലേക്കൊന്നും വീഴത്തില്ല. അപ്പൊ ഒരു കൗശലം പ്രയോഗിക്കുന്നത് കാണാൻ കൊള്ളാവുന്നതായിരിക്കും. അങ്ങനെ കുറെ കാലം ഹവ്വയോട് കുശല പ്രശ്നമൊക്കെ കഴിഞ്ഞായിരിക്കും, പറഞ്ഞായിരിക്കാം അങ്ങനെ കൗശലത്താൽ ഹവ്വയെ വലയത്തിലാക്കാൻ ഇടയായി തന്നെ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവരും നുഴഞ്ഞു കയറി വന്നിട്ട് ചെറിയ ചെറിയ കാരണങ്ങളാൽ അല്ലെ മുഖസ്തുതിയും ചക്രവാക്കും ഒക്കെ പറഞ്ഞ് അവരുടെ വശീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം അവരെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്ത് കാണും, അവരെ ധനസഹായം ചെയ്ത് കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് കാണും. അങ്ങനെയൊക്കെ ആയിരിക്കാം അവര് ഇവരുടെ കൊരിന്ത്യരുടെ മനസ്സിനെ കവരുവാനായിട്ട് ഇടയായി തരുന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, സാത്താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നല്ലോ, അതുപോലെ ഇവരും ആ വെളിച്ച ദൂതന്റെ ആ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മള് ആദ്യകാലങ്ങൾ മുതലേ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. ഇത് ആദ്യകാലമാണെങ്കിൽ അന്ന് മുതലേ അപ്പോസ്തലന്മാരുടെ കാലം മുതൽ തന്നെ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസ് അവരെ വാൺ ചെയ്യുന്നുണ്ട്. തന്റെ അവസാന നാളുകളിൽ താൻ എഫെസോസിലായിരുന്ന സമയത്ത് പറയുകയാണ് ചെയ്യുന്നത്, ആ ചെന്നായ്ക്കളുടെ വേഷം ധരിച്ച് പലരും നിങ്ങളുടെ അടുക്കൽ വരും, പക്ഷെ അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 27 മുതലുള്ള വാക്യങ്ങൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള, പക്ഷെ ഒത്തിരി പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇത്. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:27 ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയാം, ഞാനുള്ളപ്പോ അവരാരും വരത്തില്ല എന്ന്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. 3 വർഷക്കാലം എഫേസോസിലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ വചനങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉള്ള സമയത്തൊന്നും ആരും വരത്തില്ല. കൊരിന്തിലും അതാണ് സംഭവിച്ചത്. പൗലോസ് അപ്പോസ്തലനും പൗലോസ് ഉണ്ടായിരുന്ന സമയത്തൊന്നും ഒരു പോൾ സ്റ്റേജസും അവരുടെ ഇടയിലൊന്നും കടന്നു കയറിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ആ കള്ള അപ്പോസ്തലന്മാർ അവിടെ കയറി വരുന്നത്. അപ്പം സൂക്ഷിക്കുക, അന്ത്യനാഴിക. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ ലേഖനം പറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അനേകം നിങ്ങളുടെ ഇടയിലേക്ക് വരും, പക്ഷെ അത് വെളിയിൽ നിന്നൊന്നും അല്ല വരുന്നത്, നിങ്ങളുടെ അകത്തുനിന്ന്, നിങ്ങളുടെ ആ സഭയുടെ അകത്തു നിന്നായിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. സഭയുടെ അകത്തു നിന്നും അകത്തേക്ക് കളഞ്ഞിട്ട് അവര് അകത്ത് നിന്നുകൊണ്ട് തന്നെ ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിത്തീർന്നു. അങ്ങനെ പതിയെ ആ കൊരിന്തിയിലെ ജനങ്ങൾ സത്യസുവിശേഷത്തിൽ നിന്ന് മാറി മറ്റൊരു സുവിശേഷത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സഭയിലെ അധ്യക്ഷ സ്ഥാനം പൗലോസും അപ്പല്ലോസിനും ശേഷം വാഗ്മികളായവർ അവര് തങ്ങളുടെ തന്നെ ഉപദേഷ്ടാക്കന്മാരാക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അവര് പറയുന്ന ഞങ്ങൾ മോസ്റ്റ് എമിനന്റ് എപ്പിസോഡ്സ് ആണ്, ഞങ്ങൾ അപ്പോസ്റ്റൽസ് ആണ്, ഞങ്ങൾ വലിയ ഉപദേഷ്ടാക്കന്മാരെ, വലിയ അപ്പോസ്തലന്മാരെ, ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെന്നൊക്കെ പേര് പറഞ്ഞ് അവര് വന്ന് അവരുടെ ഇടയിൽ ദുരുപദേശം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഭയുടെ മുൻപിലിരിക്കുന്ന ആൾക്കാരിൽ കൂടെ ആയിരിക്കാം സാത്താൻ കടന്നു കൂടുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയല്ല ഇക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന അനേകർ വന്ന് സത്യ ഉപദേശത്തിന് എതിരായി. നമ്മൾ ആദ്യമൊക്കെ വചനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ ആ കുടുക്കിലായി പോകാൻ ഏറ്റവും എളുപ്പമാണ്. നമ്മൾ അറിയുന്നവരെ ആ വചനം ശ്രദ്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇവര് പറയുന്നത് എന്ത് നല്ലതായിട്ടാ പറയുന്നത്. പക്ഷെ കുറച്ചു നേരം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ 1-2 പ്രസംഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം പറയുന്നത് എവിടെയെങ്കിലും ഇച്ചിരി ഒക്കെ ഉള്ള പറയുന്നത്, പക്ഷെ മുഴുവൻ
പകുതി സത്യമായിരിക്കാം പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ആ സത്യത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോകുന്ന ഉപദേശങ്ങളായിരിക്കും. അങ്ങനെയാണ് കൊരിന്ത്യരെല്ലാം അവരുടെ വലയിൽ അകപ്പെട്ട് ഇവിടെ സാത്താനെ വചനം 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന്, കൗശലം പ്രയോഗിക്കുന്ന പാമ്പ്, ആദ്യം മുതലുള്ളത് അല്ലേ. ആ കൗശലം കൗശലം പ്രയോഗിച്ചുകൊണ്ട് സത്യം അറിയുന്നവർ അടുത്തോട്ട് വരാനായിട്ട് ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നേരെ വന്നു പറഞ്ഞ ആരും അത് അംഗീകരിക്കാനേ പോകുന്നില്ല. രണ്ടാമത്, അലറുന്ന സിംഹം എന്ന പോലെ നമ്മള് അലറുന്ന സിംഹമോ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുക അല്ലെ, ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമത്, വെളിച്ചദൂതൻ. ഇവിടെ പറയുന്ന വെളിച്ചദൂതൻ എന്നതിന്റെ അർത്ഥം തന്നെ മതപരമായ അംഗീകാരങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടിന് അകത്ത് നിൽക്കുന്നവരോ ആണ്. എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. പക്ഷെ ഇക്കാലത്ത് കാണപ്പെടുന്ന പലരും അങ്ങനെ തന്നെയാണ്. വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് ആൾക്കാരെ വലയിലാക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം അവര് പറയുന്നിടത്തോട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നത് അല്ലെ. സത്യവചനം സുവിശേഷിക്കുന്ന അടുത്ത് വചനം കേൾക്കാനായിട്ട് ആൾക്കാർ കുറവായിരിക്കും. കാരണം എന്താ? കർണരസമാകുമാറുള്ള വാക്കുകളൊന്നും പറയില്ല. നമ്മള് ദൈവവചനം നമ്മളെ എന്തിനു വേണ്ടിയാ? നമ്മളെ ക്രിസ്തുവിൽ ആ ഒരു ഉറപ്പിക്കാനും നമ്മെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കാനും ക്രിസ്തുവിന്റെ ആ ഒരു അനുരൂപതയിലേക്ക് നമ്മെ നടത്തുവാനുമാണ്. എല്ലാ തിരുവഴുത്തും ദൈവശാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലും അഭ്യാസത്തിനും പ്രയോജനമുള്ളവനാകേണ്ടതിനാണ് ദൈവജനം നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത്. അപ്പം എന്നെ സുഖിപ്പിക്കുന്ന വാക്കുകളും എന്നെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഞാൻ ക്രിസ്തുവിന്റെ അനുരൂപതയിലെത്തുന്നത്? ഞാൻ എങ്ങനെയാ ശാസിക്കപ്പെടുന്നത് അല്ലെ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ എന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ശിക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് നമ്മൾ നേരെ നടത്തുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ശിക്ഷിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കറിയാൻ പോകുന്ന ഏത് വഴിയൊക്കെയാണ്. ശിക്ഷിച്ചാൽ തന്നെ നേരെ നടക്കുന്നില്ല, പിന്നെ ശിക്ഷിക്കാത്ത കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പം ശിക്ഷിച്ച് വളർത്തുന്ന അപ്പനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ തന്നെയാണ് ദൈവം നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത്. പരിശുദ്ധാത്മാവിനാലും അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്താലുമാണ് ശിക്ഷയിലൊക്കെ ദൈവം നമ്മെ നടത്തുന്നത്. ആ ഒരു ദൈവവചനം കണ്ണാടിയാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ നമ്മിലുള്ള തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സത്യവചനം പ്രസംഗിക്കാത്തത് എവിടെ തെറ്റുകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ആ സത്യവചനം അറിയാത്തവർ എങ്ങനെ തങ്ങളുടെ തെറ്റുകളെ തിരുത്തുവാനായിട്ട് കഴിയും? എന്നെ പ്രസാദിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എന്നെ സന്തോഷിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം മാത്രമേ തരത്തുള്ളൂ. എന്നെ ഒരിക്കലും അത് കറക്റ്റ് ചെയ്യുകയില്ല. ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് പായസം ഇഷ്ടമാണെങ്കിലും അവർക്ക് എപ്പോഴും പായസം കൊടുത്തു കഴിഞ്ഞാൽ എന്തുവായി തീരും അവരുടെ ഗതി? അവരുടെ ആ വയസ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ പെട്ടെന്ന് സിക്കായി പോകുമല്ലേ. പക്ഷെ അതിന് പകരം പാവയ്ക്ക കൊടുക്കുന്നെങ്കിൽ അവർക്ക് പാവയ്ക്ക ഇഷ്ടമല്ല, ഇച്ചിരിയും കൂടെ ബെറ്റർ ആയിട്ട് വരും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തരുവാനായിട്ട് അവര് താല്പര്യപ്പെടുകയും നമുക്ക് ആവശ്യമുള്ളത് തരുവാനായിട്ട് കഴിയുകയും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. നമുക്ക് വേണ്ടത് കൈപ്പയ്ക്കയാണെങ്കിൽ നമുക്ക് തരുന്ന പായസമായിരിക്കും അല്ലേ. അതല്ല സുവിശേഷം എന്ന് പറഞ്ഞ. സുവിശേഷം നമ്മളെ നീതിയിലെ അഭ്യാസത്തിനും എല്ലാം നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്തുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ കയറിയ വെളിച്ചദൂതന്മാർ അല്ലെങ്കിൽ സാത്താന്റെ കിങ്കരന്മാർ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറയുന്നവരൊക്കെ അവരുടെ പ്രസംഗങ്ങളെല്ലാം ആ കൊരിന്ത് സഭയെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന് മാറ്റിമറിക്കുന്നതായി തീർന്നു. അപ്പൊ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവർ ലോകത്തിന്റെ വഴികളിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വേഷം നല്ലത്, അവരുടെ പ്രസംഗം നല്ലത്, ചില കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുന്നേ വെള്ളപ്പൊക്കം, ദുരിതാശ്വാസം, എല്ലാ കാര്യങ്ങളെല്ലാം മുൻപിട്ട് ഇടപെട്ട് അവരെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലെ. സഹായിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മള്
ലേഖനം പറയുന്നുണ്ട്, നീതിമാന് വേണ്ടി ആരിലും മരിക്കുന്ന ദുർലഭം, പക്ഷെ ഗുണവാന് വേണ്ടി മരിക്കുവാൻ തുനിയുമായിരിക്കും. ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടി അവിടെ കൂടെ നിൽക്കാൻ എല്ലാവരും തുല്യം എന്തെങ്കിലും അങ്ങ് ഇറങ്ങി പുറപ്പെടും. അങ്ങനെയാണ് അവർക്ക് ഗുണം ചെയ്യുകയും അവരെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവരെ വലയിലാക്കുകയും ചെയ്തിട്ടാണ് അവരുടെ വലയിലായി തീർന്ന വെറുതെ പോയി എന്താ പറയുന്നത്, സാത്താൻ ഞാൻ സാത്താനാന്ന് പറഞ്ഞൊന്നും ഒരിക്കലും വരാറില്ല അല്ലെ. അങ്ങനെ ദുരിതാശ്വാക്കന്മാർ ഞാനൊരു ഫോൾസ് ടീച്ചേഴ്സാണെന്നും പറഞ്ഞു വരാറൊന്നുമില്ല. അവര് പതിയെ പതിയെ അവരുടെ വാക്കുകളിലൂടെ ജനത്തെ വശീകരിച്ചാണ് പതിയെ പതിയെ ഈ ലോകത്തിലേക്ക് തിരിയാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ദേമാസ് ഈ ലോകത്തെ വിട്ട് പോയെന്നല്ല, ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഈ ലോകം എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ വ്യവസ്ഥയിലേക്കായി തീരുവാനായിട്ട് കഴിയുന്ന ഒരു ദിവസം കൊണ്ട് ഈ ലോകത്തിന്റെ വ്യവസ്ഥകളൊന്നും നമ്മിലേക്ക് വരത്തില്ല. അത് പതിയെ 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 ആയിരിക്കും അല്ലെ, ക്യാൻസർ പോലെ അങ്ങനെ പതിയെ 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 അത് കാർന്ന് തിന്നുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഇവരെ കുറിച്ച് ഭയങ്കരമായി ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പൊ അവരോട് പറയുകയാണ്, അവര് കള്ള അപ്പോസ്തലന്മാരാണ്, അവര് സാത്താന്റെ വേഷം സാത്താനാണ്, സാത്താന്റെ ദൂതന്മാരാണ്, ഇവര് നീതിയുടെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരാണ്, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കുന്നു ആശ്ചര്യവുമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇപ്പം നമുക്കറിയുന്നല്ലോ ഓരോരുത്തരുടെ അവസാനം എന്തായി തീരുമെന്നുള്ളത്. ഇവരെല്ലാം പ്രസംഗിച്ചു പോകുന്നത് നമുക്കറിയാം. ഇങ്ങനെ പ്രോസ്പെരിറ്റി പ്രസംഗിച്ചു പോകുന്നവരല്ല എത്രയോ വലിയ വലിയ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവ ശുശ്രൂഷക്കാരെന്ന് പറയുന്നവരൊക്കെ അവരുടെ മരണശേഷമായിരിക്കും അവരുടെ ചിലവരുടെയും എത്ര പ്രസിദ്ധരായവരുണ്ട്, അവരുടെയൊക്കെ ശരിയായ ആ ഒരു സത്യം വെളിയിലേക്ക് വരുന്നത് അവരെങ്ങനെയായിരുന്നു എന്നുള്ള അവര് വാഗ്വാദം അവരുടെ വാക്പ്രയോഗങ്ങളിലൂടെയൊക്കെ അനേകരെ അവരുടെ വലയിലേക്ക് നടത്തുകയും അനേകർ അവരുടെ ആ ഒരു എന്താ പറയുന്നത് അവരുടെ വലയിൽ അകപ്പെടുകയും അവരെ അങ്ങനെ ആയിത്തീരുകയും ചെയ്യുന്നുണ്ടല്ലേ. അനേകർ നാശത്തിലേക്ക് പോകുവാനായിട്ട് അവര് തന്നെ നാശത്തിലായിരിക്കുക ചെയ്യുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, അവർ തന്നെ നാശത്തിന് അടിമകളായിരിക്കുക, മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ അവരുടെ നാശത്തിലേക്ക് അവരുടെ ആ വലയിലേക്ക് തന്നെ അവരെ വലിച്ചുകൊണ്ട് പോവുകയും ആ നിത്യ സുവിശേഷം അല്ലെ നിത്യരാജ്യത്ത് നിന്ന് മാറി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചു. നമുക്കറിയത്തില്ല ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരൊക്കെ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുന്നത്. പക്ഷെ സത്യ സുവിശേഷം കേൾക്കുന്നവർ മാത്രമേ, സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ, ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നിത്യരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഒരിക്കൽ സത്യവചനം കേട്ടിട്ട് പിന്നെ അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവർ നാശത്തിലേക്ക് തന്നെ പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുക, അവർ അവരുടെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നതിൽ ആശ്ചര്യവുമില്ല. നീതിയുടെ ശുശ്രൂഷക്കാരല്ല, ആരാണ് സത്യ സുവിശേഷം പറയുന്നത്, ക്രിസ്തുവിന്റെ നീതിയെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുന്നത്, സത്യ സുവിശേഷം പ്രസംഗിക്കുന്നവർ. അപ്പൊ അവര് കർത്താവും പറയുന്നുണ്ട്, അവർ സ്വന്തം പിതാവിന്റെ വേല തന്നെയാണ് ചെയ്യുന്നവർ. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായി അവരുടെ അവസാനത്തെ കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പി ലേഖനം 3 എടുക്കണ്ട, 2:18-19 വാക്യം. നായ്ക്കളെ 2:18-19 നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. 18-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായവർക്ക് മാനം തോന്നും, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടു. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ നാം ഒന്നും അവരുടെ വലയിൽ അകപ്പെട്ടു പോകാനായിട്ട് ഇടയായി തീരരുത്. ഓരോ ദിവസവും ദൈവവചനം പഠിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വളരുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളും ബലഹീന മനുഷ്യരാ, നമ്മളും ജഡത്തിൽ ജീവിക്കുന്നവരാ, ഏത് സമയത്തും നമുക്ക് തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരും. നാം തെറ്റിപ്പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്
ദൈവത്തിന്റെ കൃപയല്ലോ, കരുണയല്ലോ, ദയയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നാമും ഇപ്പോൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന സത്യം അറിയുവാൻ നമ്മെ ഇടയാക്കി തീർക്കുന്ന, സത്യത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമല്ല, നമ്മുടെ ഒരു മിടുക്കും കാരണമല്ല. കാരണം നമ്മൾ ബലഹീനരാ. നമ്മൾ ഏത് സമയത്തും തെറ്റിപ്പോകാവുന്ന അവസ്ഥയിലേക്കാ. ദൈവത്തോട് കൂടെ ഇരുന്ന ഹവ്വായും ആദമും തെറ്റിപ്പോകാമെങ്കിൽ നമ്മൾ എത്ര അധികം, നമ്മൾ ആരും അവരെക്കാൾ ഒന്നും വലിയവരൊന്നും ആയിരുന്നില്ല. ദൈവത്തോട് കൂടെ ഇരുന്ന അവര് തെറ്റിപ്പോയെങ്കിൽ നമുക്കും അതിലധികവും തെറ്റാം. യേശു കർത്താവിനോട് കൂടെ 3.5 വർഷക്കാലം 12 ശിഷ്യന്മാർ, അനേകം ശിഷ്യന്മാരുണ്ട്, 12 ശിഷ്യന്മാർ കടന്നല്ലേ. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ ഇരുന്ന യൂദയിലാണ് സാത്താൻ കടന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ നാം കർത്താവിനോട് കൂടെ ഇരിക്കുന്നവരല്ല, നാം വചനത്തോട് കൂടെ ഇരിക്കുന്ന ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരൊക്കെ. അങ്ങനെ കർത്താവ് കൂടെ ഇരുന്നിട്ടും കർത്താവിന്റെ കയ്യിൽ നിന്ന് അപ്പകണ്ടം വാങ്ങി ഭക്ഷിച്ചവൻ അടുത്ത നിമിഷം വെളിയിലേക്ക് ഇറങ്ങി സാത്താൻ അവരിൽ കടന്നു എന്ന് ദൈവവചനം പറയുന്നു എങ്കിൽ നാം എത്ര അധികം, നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ ആരും പോകുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്നോട് തന്നെ ഇതാ പറയുന്നത്. കാരണം നമ്മൾ ഏത് നിമിഷവും തെറ്റിപ്പോകാൻ, നമുക്കധികം ഒന്നും, നമ്മൾ വചനത്തോട് നമ്മൾ കൂടുതൽ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന രക്ഷയുടെ മാഹാത്മ്യം. നാം എത്ര ആഴക്കുഴിയിലായിരുന്നു എന്നുള്ളത്. ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നാം ദൈവത്തെ അറിയുന്നത് വരെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നപ്പോൾ നാം ബലഹീന മനുഷ്യരാ, ഏത് സമയം അതിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരാ. അതുകൊണ്ട് എപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവത്തിന്റെ ആത്മാവിന് ചെവി കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുക അല്ലെ. ആ കർത്താവ് പറയുന്നുണ്ട്, ആ കർത്താവിന്റെ നാളിൽ അവർക്ക് പ്രതിഫലം കിട്ടും. നമുക്കറിയത്തില്ല ഇപ്പൊ അവർക്ക് എന്തോ പ്രതിഫലം ഉണ്ടെന്നൊക്കെ, പക്ഷെ അത് അവസാന നാളിൽ മാത്രമേ അറിയത്തുള്ളൂ. മത്തായി 16:27 മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അന്നേരം മാത്രമേ അറിയത്തുള്ളൂ. നമ്മള് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അല്ലാതെ അതിൽ മീതെ ഒന്നും ഇടുവാനായിട്ട് കഴിയുന്നില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ലു, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ ഓരോരുത്തരുടെ പണി വെളിപ്പെട്ട് വരും. അത് എപ്പോഴാ വെളിപ്പെടുത്തു വരുന്നത്? ആ നാളിൽ അത് വെളിപ്പെട്ട് വരും. അത് തീയോടെ വെളിപ്പെട്ട് വരും. തീ തന്നെ അതിനെ ശോധന ചെയ്യും. ഒരുത്തന്റെ പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ പണിത പ്രവൃത്തി അല്ലെങ്കിൽ ഒരുത്തൻ ചെയ്ത പ്രവൃത്തി വെന്തു പോകുന്നു എങ്കിൽ അവന് ഛേദം വരും, അവൻ രക്ഷിക്കപ്പെടും. പക്ഷെ തീയിൽ എന്ന പോലെ അത്രയെന്ന് പറയുന്നുണ്ട്. എത്ര ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദൈവഹിത പ്രകാരം അല്ലാതെ ആ ഒരു നമ്മള് പറയുന്നത് പോലെ ആ ഒരു വിലയേറിയ കല്ല് മുത്തുമൊക്കെ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ വിലയേറിയതാ. അങ്ങനെയുള്ള പണി മാത്രമേ നിലനിൽക്കത്തുള്ളൂ. വൈക്കോലൊക്കെ ഒത്തിരി ഉണ്ട്, അതൊക്കെ നമുക്ക് ഒത്തിരി കാണിക്കാം. പക്ഷെ അത് തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഒന്നുമില്ല, ചാരമായി പോകും. അതുകൊണ്ട് നമ്മളെ പ്രശംസിക്കാനായിട്ട്, ജഡത്തിൽ പ്രശംസിക്കാനായിട്ട് ഇടയത്തില്ല. ഞാൻ എന്തെങ്കിലും വലിയ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പ്രശംസിക്കാൻ ഇടയാത്തില്ല. നമ്മൾ എല്ലാവരും ഒരുപോലെ ബലഹീന മനുഷ്യരാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അപ്പോസ്തലന്മാരെ ഏറ്റവും ചെറിയവനാന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം പറയുന്നുണ്ട്, ഞാന് വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവസാനം താൻ തീമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത്, അയ്യോ ഞാൻ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ നമ്മൾ എത്ര പറയണം അല്ലെ, നമ്മൾ ആരും
വലിയവരൊന്നും അല്ല. നാം എല്ലാവരും ബലഹീന മനുഷ്യര് തന്നെയാ. ഏത് സമയത്തും തെറ്റിപ്പോകാവുന്ന അവസ്ഥയിലാണ്. കർത്താവിന്റെ കൃപയാൽ മാത്രമാണ് നിലനിൽക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു, എന്നുള്ളവന്റെ കൃപ വ്യക്തമായി പോയില്ല, അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, അല്ലാതെ ഒന്നിനാലും ഞാൻ നിലനിൽക്കുന്നില്ല. 12-ാം അധ്യായം നമ്മൾ ഈ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമല്ലോ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം അഹങ്കരിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ തരിക, നിഗളിച്ചു പോകാതിരിക്കണം. അപ്പം നിഗളിയായ സാത്താന്റെ ഒരു ദൂതനെയാ പൗലോസ് അപ്പോസ്തലനെ കുത്താനായിട്ട് ദൈവം ഏൽപ്പിച്ചത്. എന്തുകൊണ്ടാ? ആ പൗലോസ് അപ്പോസ്തലന് ലഭിച്ച ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ നോക്കിയാൽ മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ടവൻ, അങ്ങനെ സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട്, ഒരു പ്രാവശ്യം പോയെന്ന് പറയുന്നില്ല, എത്ര പ്രാവശ്യം പോയെന്നും പോലും നമുക്കറിയില്ല, പല പ്രാവശ്യം പോയി കാണാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള അവസരത്തിൽ താൻ നിഗളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവം അതിനൊരു എന്താ പറയുന്ന ഒരു ബാലൻസ് ചെയ്താ ദൈവം നിർത്തുന്നത്. എല്ലാരെയും പൊക്കിയൊന്നും വിടത്തില്ല, എല്ലാവരെയും ഒരു സൈഡ് മേളിൽ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ താഴേക്കടെ ഒന്ന് താക്കണം, അല്ലെ? സ്വർഗം കണ്ടിട്ട് നിഗളിക്കണ്ട, നീ സാത്താന്റെ കൊത്തു കൊണ്ടിട്ട് താണും കൂടി ഇരിക്കുക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് അറിയാം. എന്നാലേ ഒരു ബാലൻസിലായിട്ട് എത്തിത്തരുന്നത്. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ പാപികളിൽ ഒന്നാമൻ. അതുകൊണ്ട് നമ്മളും ആ പാപികളിൽ ഒന്നാമരൊക്കെ തന്നെയാ, രണ്ടാമരൊന്നും അല്ല. ആ രണ്ടാമത്തെ ആളൊന്നല്ലോ. അതുകൊണ്ട് നമ്മളും, ഇവർ തെറ്റിപ്പോയി, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാ കൊരിന്തർ തെറ്റിപ്പോയി. അങ്ങനെ പല മനുഷ്യരും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നുകൊണ്ട് ഈ കൊരിന്തർക്ക് എഴുതിയ ലേഖനം കൊരിന്തർക്ക് വേണ്ടി എഴുതിയതല്ല. പലരും പറയുന്നത് കൊരിന്തർക്ക് വേണ്ടി എഴുതാണ്. ഇത് കൊരിന്തർക്ക് വേണ്ടി എഴുതല്ല, അന്നത്തെ കൊരിന്തരെല്ലാം മരിച്ചുപോയി. അത് ഇപ്പൊ നമുക്ക് വേണ്ടിയും കൂടെ എഴുതിയതാ. കൊരിന്ത ലേഖനം 2 കൊരിന്തർ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക് അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം, അവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമാർക്ക് എഴുതുന്നു. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുന്നു. അപ്പൊ നമുക്കും കൂടെ വേണ്ടി എഴുതിയ വാക്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17 വരെയുള്ള വാക്യങ്ങളില് 17 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ റോമരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായതൊന്ന് പക്ഷികളെയും ഇടച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവർ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുന്നു. അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ 16-ന്റെ 20-ൽ പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. വേഗത്തിൽ ചതച്ചു കളയും. അപ്പം ഈ വേഗത്തിൽ ചതഞ്ഞു പോകാൻ ഇരിക്കുന്നവനാണ് വേഗത്തിൽ തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. കാരണം റെവലേഷനിൽ പറയുന്നുണ്ട്, സാത്താൻ തനിക്ക് ഇത്രയും നാളെ ഉള്ളു എന്ന് അറിഞ്ഞിട്ട് വേഗത്തിൽ തന്റെ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് സാത്താൻ തന്നിലേക്ക് അനേകരെ ആകർഷിക്കുവാനായിട്ട് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച്, നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചു വരും. പൗലോസ് പറയാ, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നില്ല, അതുകൊണ്ട് അവന്റെ ശുശ്രൂഷക്കാരന്മാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കുന്നത് പൗലോസിന് യാതൊരു ആശ്ചര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നും നാം കാണുന്ന ഇത് തന്നെയാണ്. അതുകൊണ്ട് നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് അനേക ജാതികൾ ദൈവമക്കളെ വഞ്ചിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇടയിൽ വീഴരുത്. നാം പഠിച്ച ഉപദേശത്തിന് വിപരീതമായ എല്ലാ ഇടർച്ചകളെയും ദ്വന്ദ്വവശങ്ങളെയും ഒഴിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 16-ാമത്തെ വാക്യം. 16, ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളുവിൻ. ഞാൻ POC ബൈബിൾ വായിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, മനസ്സിലാകുന്നത് പോലെയുള്ളു. എന്നെ ഭോഷനായി ആരും കരുതരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കുന്നു. ഞാൻ ഈ സ്വയം പ്രശംസിക്കുന്നതില് നിങ്ങൾ എന്നെ ഭോഷനായി കരുതരുതേ. അപ്പൊ അഥവാ നിങ്ങൾ എന്നെ കരുതുകയാണെങ്കിൽ അല്പം പ്രശംസ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതിൽ നിങ്ങൾ എന്നെ ഭോഷനായി തന്നെ കരുതിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ അങ്ങനെ തന്നെ സ്വീകരിച്ചോളാൻ എന്നാ പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുകയാണെന്ന് പറയുന്നത്. നമ്മള് ആ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കണ്ടു, തന്റെ പക്കലുള്ള
ആ ഒരു പോഷത്തിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് പോകാം. പൗലോസ് പറയാം, ഞാൻ ഇച്ചിരി പോഷനായിട്ട് ഞാൻ ആയിരിക്കാം, നിങ്ങൾ എന്നെ പോഷനായി കരുതൽ, അങ്ങനെ കരുതിയാൽ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്നെ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യം, ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പൊ ഇവിടെ പറയുക, ഞാൻ മൂഢനായി, കാരണം പ്രശംസിക്കുന്നത് ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങളുടെ നിർബന്ധത്താലാണ് ഞാനിത് ചെയ്തത്, എന്റെ ഇഷ്ടമായിട്ടല്ല ഞാൻ ചെയ്തത്, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, നിങ്ങളായിരുന്നു എന്നെ പ്രശംസിക്കേണ്ടത്. കാരണം എന്താ? നിങ്ങൾ എന്നെ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ ശ്ലാഘ്യ ലെറ്റർ നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചല്ലേ, പ്രശംസാപത്രം. നിങ്ങളാണ് എന്റെ പ്രശംസാപത്രം, നിങ്ങളായിരുന്നു എന്നെ കുറിച്ച് പറയേണ്ടത്. കാരണം നിങ്ങൾ ദൈവത്തിങ്കൽ, നമ്മൾ ഇപ്പോഴും നമ്മെ ദൈവത്തിങ്കലേക്ക് നടത്തിയ, നാം ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് വന്ന ആ സമയത്ത് നമ്മളെ ആരാണ് ആരെങ്കിലും ദൈവവചനം തന്നെ പഠിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ചുരുക്കമാണെങ്കിലും ആരെങ്കിലും പറഞ്ഞ പ്രസംഗം കേട്ടിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും ഒക്കെ ദൈവത്തിങ്കിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ മറക്കാറില്ല, അല്ലെ? ഒരിക്കലും മറക്കാറില്ല. എന്നും നമ്മുടെ ജീവിതാവസാനം വരെ ആരാണ് നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത്? സുവിശേഷമാണ്, വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, അതൊക്കെ ശരി തന്നെ. എങ്കിലും ആരെങ്കിലും നമ്മളോട് സുവിശേഷം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ദൈവത്തിങ്കലേക്ക് വന്ന്, അവരെ നമ്മൾ മറക്കാറില്ല, അല്ലെ? അപ്പൊ അവരെ നമ്മൾ അതുകൊണ്ട് പൗലോസിന്റെ ശുശ്രൂഷയാലാണ് കൊരിന്ത്യർ ദൈവത്തിങ്കലേക്ക് വന്നത്. അപ്പൊ അവർക്ക് പൗലോസിനെ പ്രശംസിക്കാൻ കാരണങ്ങൾ അവർക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അല്ലെ? വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനം, വഷളത്വത്തിലൂടെ നടന്നുകൊണ്ടൊരു ജനം, ക്രിസ്തുവിനെ കേട്ട്, ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ക്രിസ്തുവിന് വേണ്ടി വേദനിക്കപ്പെട്ട് അവിടെ വന്നപ്പോൾ, വിശുദ്ധന്മാരെന്നാ പറയുന്നത്, അങ്ങനെ വന്നപ്പോൾ അവരെന്താ ചെയ്യണ്ടേ? തങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്നവനെ പ്രശംസിക്കേണ്ടതിന് പകരം അവനെ വിധിക്കുകയാണ് ചെയ്തത്. മറ്റ് കടന്നുകൂടിയ ഫോൾസ് ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് പൗലോസിനെ വിധിക്കുകയാണ് ചെയ്തത്. അപ്പം പറയുകയാണ്, ഞാൻ മൂഢനായി പോയി, ഞാനിപ്പോ എന്നെ തന്നെ ഞാനങ്ങ് പ്രശംസിക്കുക, നിങ്ങൾ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതായിരുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് പ്രശംസിക്കേണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. പക്ഷെ ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അവര് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള അവര് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെന്നാ. പക്ഷെ അവരെക്കാടൊന്നും ഞാൻ കുറഞ്ഞവരൊന്നും അല്ല. അവര് വന്ന് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ വഷളാക്കി, അവരുടെ എന്താ പറയുന്നത്, അവരുടെ വലിയ വലിയ കാര്യങ്ങൾ, അവർ യാത്ര ചെയ്ത സ്ഥലങ്ങളും അവർ പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നിങ്ങളെ അവര് പറഞ്ഞ് വശത്താക്കിയാണ് ചെയ്തത്. നിങ്ങൾ അവരുടെ മുഖസ്തുതിയിൽ വീണുപോയി. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നു, ഞാൻ അവരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. താഴെയുള്ള വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ പറയണം, ഞാൻ ഇപ്പൊ ആത്മപ്രശംസ നടത്തുന്നതിൽ ബുദ്ധിഹീനെ പോലെ എങ്കിലും എന്നെ അങ്ങ് കൈക്കൊള്ളുക, ഞാനും അല്പം പ്രശംസിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ദുരുപദേഷ്ടകന്മാർ വളരെയധികം പ്രശംസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞാനും അല്പം ഒന്ന് പ്രശംസിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ പ്രശംസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാ, ഞാൻ മരിച്ചു പോയവനാ. മരിച്ചവര് പിന്നെ പ്രശംസിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ പൗലോസ് തന്നെ കുറിച്ച് പ്രശംസിക്കാറില്ല. പക്ഷെ ഇപ്പോൾ കൊരിന്ത്യരുടെ നിർബന്ധത്താൽ, കാരണം കൊരിന്ത്യനെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് നിർബന്ധം എന്റെ മേൽ കിടക്കുന്ന സുവിശേഷം പ്രസംഗിക്കുക. അതുപോലെ തന്നെ അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ പൗലോസ് അപ്പോസ്തലൻ നിർബന്ധിതനായതുകൊണ്ടാണ് താൻ ഇപ്പോൾ പ്രശംസിക്കുന്നത്. അപ്പം പറയുന്നുണ്ട്, നിങ്ങളത് പൊറുത്തു കൊള്ളണം എന്ന് പറയുന്നു. ഇനി 17-ാമത്തെ വാക്യം, 17. പെട്ടെന്ന് പോകാം നമുക്ക്. ഈ വാക്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല, പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത്. ഞാൻ POC ബൈബിൾ ഒന്ന് വായിക്കാം. കർത്താവിന്റെ അധികാരത്തോടെ അല്ല, പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢ വിശ്വാസത്തോടെ ഒരു പോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കിയ പല വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ഒരിക്കലും
കർത്താവ് തന്നിൽ തന്നെ പ്രശംസിച്ചിട്ടില്ല, അല്ലെ? പൗലോസ് അപ്പോസ്തലനും ഒരിക്കലും പ്രശംസിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോഴൊക്കെ പറയുന്ന കർത്താവിന്റെ അധികാരത്തോടെയല്ല, കർത്താവിന്റെ ഹിതപ്രകാരമല്ല എന്ന് പറയുന്നല്ലേ. പക്ഷെ നമ്മള് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നമുക്ക് ഈ പ്രയോഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 7:12 7:25 പറയുന്നുണ്ട്. വായിക്കാം. 1 കൊരിന്ത്യർ 7:12. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഇനി 1 കൊരിന്ത്യർ 7:25. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനം നോക്കിയാണെങ്കിൽ ദൈവവചനത്തിന്റെ ഒരു കുത്തും കോമയും പോലും ദൈവശ്വാസീയമാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇപ്പൊ കർത്താവിന്റെ കൽപ്പന പ്രകാരം അല്ലെന്ന് പറഞ്ഞാൽ തന്നെയും അത് ദൈവവചനത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് ദൈവശ്വാസീയമാണ്, നമുക്കുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന് 2 വ്യാഖ്യാനങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് പറയുന്ന, ഞാൻ കർത്താവിന്റെ കൽപ്പനയായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു പ്രസ്താവനയായിട്ട്, പൗലോസിന്റെ ഒരു പ്രസ്താവനയായിട്ട് മാത്രം കാണുവാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മാതൃകയെ അനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ഒരിക്കലും സ്വയം പ്രശംസിച്ചില്ല, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീർന്നൊരു കർത്താവിനെയാണ് കാണുന്നത്, അല്ലെ? കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവൻ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ. അപ്പൊ സൗമ്യതയും താഴ്മയുള്ള കർത്താവ് തന്നിൽ ഒരിക്കലും പ്രശംസിച്ചിട്ടില്ല, ഒരിക്കലും താൻ തന്നെ പറ്റി പുകഴ്ത്തിയിട്ടില്ല. അപ്പം പറയുകയാണ്, താൻ കർത്താവിന്റെ ഹിതപ്രകാരമല്ല പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന്റെ ഒരു ദൈവിക ശുശ്രൂഷക്കാരൻ, കർത്താവിനെ ഫോളോ ചെയ്യേണ്ടവനാണ്, കർത്താവ് എങ്ങനെയോ അങ്ങനെ ആയിത്തീരേണ്ടവനാണ്. പക്ഷെ ഞാൻ കർത്താവ് ചെയ്യുന്നത് പോലെ അല്ല ഇപ്പോൾ ചെയ്യുന്നത്, അല്ലെ കർത്താവിന്റെ ആ ഒരു കാര്യമല്ല ഞാൻ പിന്തുടരുന്നത്. ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ തന്നെ ആത്മപ്രശംസയാണ്. എന്റെ കർത്താവ് അല്ലെ എന്റെ ക്രിസ്തു ആത്മപ്രശംസ നടത്തിയിട്ടില്ല, ഞാൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനാണ്. പക്ഷെ ഞാനിപ്പോ ക്രിസ്തുവിന്റെ ഹിതപ്രകാരമല്ല പറയുന്നത്, ഞാൻ ക്രിസ്തു ഒരിക്കലും ആത്മപ്രശംസ നടത്തിയിട്ടില്ല, പക്ഷെ ഞാൻ പക്ഷെ ഇപ്പോൾ ആത്മപ്രശംസ നടത്തുകയാണ്, കാരണം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അപ്പം അത് തന്നെയല്ല നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ ആത്മപ്രശംസയാണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സത്യമായ കാര്യങ്ങൾ, അല്ലെ, തെറ്റായ കാര്യങ്ങളൊന്നുമല്ല. അവിടുത്തെ കൊരിന്ത്യരിൽ വന്ന കൊള്ള ഉപദേഷ്ടാക്കന്മാരൊക്കെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മപ്രശംസ നടത്തിയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ഒരിക്കലും കള്ളം പറഞ്ഞില്ല, സത്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ സത്യമാണെങ്കിലും താൻ അത് എടുത്തു പറയാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. താൻ ക്രൂശിന്റെ വചനം പറയാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനോട് തന്റെ സാക്ഷ്യങ്ങളും തന്റെ പോയ വഴികളും തന്റെ യാത്രകളെ കുറിച്ചൊന്നും പൗലോസ് അപ്പോസ്തലൻ പറയാനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നമുക്ക് താഴെയുള്ള വാക്കുകളിൽ പൗലോസിന്റെ സാക്ഷ്യം കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച കഷ്ടങ്ങളെ പറ്റി നമുക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം കൊരിന്ത്യർ പൗലോസിനെ ചോദ്യം ചെയ്തതിനും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തേ മതിയാകത്തുള്ളൂ. കാരണം അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അറിഞ്ഞത്. അതുകൊണ്ടല്ലേ നമുക്കറിയാൻ കഴിയുന്നത്, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാകണമെന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്ന പൗലോസ് അപ്പോസ്തലന്റെ ജീവിത സാഹചര്യം അനുസരിച്ച, അല്ലേ? അപ്പൊ പൗലോസ് ഒരിക്കലും തന്നെത്താൻ പ്രശംസിച്ച് ആഗ്രഹിച്ചില്ല. പൗലോസിന് അറിയാം താൻ ആത്മപ്രശംസ നടത്തുന്ന പോഷകമാണ്. അവരോട് പറയുകയാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല, നിങ്ങൾ എന്നെ പ്രശംസിക്കാമായിരുന്നു, നിങ്ങൾ അതൊന്നും ചെയ്തില്ല. പക്ഷെ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ സ്വയമായി ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ആ 11-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ താന് പറയുകയാണ് ചെയ്യുന്നത്. പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നു കളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ കൊടുക്കുന്നുവല്ലോ. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനായി പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള ഉപദേഷ്ടാക്കന്മാർ നിങ്ങളെ തിന്നുകളയുന്നവരായിരുന്നു, അവരെ അധികാരം ഉപയോഗിക്കുന്നവരായിരുന്നു, നിങ്ങളെ വഷളാക്കുന്നവരായിരുന്നു, നിങ്ങളെ അവരുടെ വലയിൽ അകപ്പെടുത്തുന്നവരായിരുന്നു, നിങ്ങളുടെ മേൽ ആധിപത്യമുള്ളവരായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാമായിരുന്നു, എങ്കിലും ഞങ്ങൾ
ആ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്റെ അധികാരം എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു മാതാവിനെ പോലെ ഒരു പിതാവിനെ പോലെ നിങ്ങളോട് ഇടപെടുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അക്കാര്യത്തിൽ ഞങ്ങൾ ബലഹീനായിരുന്നു. നിങ്ങളുടെ ഇടയിൽ വന്നവർ നിങ്ങളെ തിന്നുകളയുന്നവരായിരുന്നു. പക്ഷെ തിന്നുകളയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് അവരെ അടിമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് അവരെ അടിമപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. പൗലോസ് പറയുക, ഞങ്ങൾ അതിൽ ബലഹീനരായിരുന്നു, ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊന്നും എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇനി 18-ാമത്തെ വാക്യം, പലരും ജഡപ്രകാരം പ്രശംസിക്കുക, ഞാൻ പ്രശംസിക്കും. ആരാ? കൊരിന്ത്യയിലെ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവര് ജഡപ്രകാരം പ്രശംസിക്കുക, അവര് ലോകപ്രകാരമുള്ള പ്രശംസയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജഡത്തിൻ്റെതായ രീതിയിലുള്ള പ്രശംസയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷണൽ സ്പീച്ചസ്, സെൽഫ് ബൂസ്റ്റിംഗ് ടോക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവര് സ്വയമായി ബൂസ്റ്റ് ചെയ്യുന്നവരായിരുന്നു, സ്വയമായി പ്രശംസിക്കും. ഇപ്പോഴത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ? നിങ്ങളുടെ സ്വയത്തെ എങ്ങനെ മാറ്റാനായിട്ട് കഴിയും? നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല, അല്ലെ? നിങ്ങൾ ഉയരേണ്ടവരണ്ട. നമ്മൾ ജോലിയിലൊക്കെ ആനുവൽ ഇവാലുവേഷൻ ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് നിങ്ങൾ എന്തായി തീരും? അപ്പൊ ഞാൻ മനസ്സിൽ പറയും, അടുത്ത നിമിഷം എന്താവും അറിയത്തില്ല, അടുത്ത നിമിഷം ജീവിച്ചിരിക്കുന്ന പോലും അറിയത്തില്ല, പിന്നെ 5 വർഷത്തെ കാര്യം പറയും, അല്ലേ? നമ്മുടെ ആനുവൽ ഇവാലുവേഷനൊക്കെ അങ്ങനെയല്ലേ ചോദിക്കുന്നത് നമ്മളോട്, ഇനി നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പം ഇതെല്ലാം നമ്മളെ കോളേജുകളിലൊക്കെ പിന്നെ ഗ്രാജുവേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് മോട്ടിവേഷണൽ സ്പീച്ചേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ വരും, വളരെ പ്രശസ്തരായ ആൾക്കാർ. എന്നാ പറയുന്നത്? നിങ്ങള് വലിയ ആളാകണം, നിങ്ങൾ ഇങ്ങനെയുള്ള ഇരിക്കുന്നവരല്ല, നിങ്ങൾ മുമ്പോട്ട് ഉയർന്നു പോകണം. അപ്പൊ ഇവരും ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക് അവർ ജഡപ്രകാരം പ്രശംസിച്ചിട്ട് ആ ചിന്തകളിലേക്ക് കൊരിന്ത്യരെ കൊണ്ടുവരാനായിട്ട് ഇടയായി തരും. താൻ പറയുന്നു, താൻ ഒരിക്കലും ആത്മപ്രശംസ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിർബന്ധത്താൽ ചെയ്യുകയാണ്. സെൽഫ് ബോസ്റ്റിംഗ് ഒന്നും താൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രൂശ് മാത്രമാണ് തന്റെ പ്രശംസ എന്ന് പറയുന്ന. റോമാലേഖനം പറയുന്നു, ജഡസ്വഭാവമുള്ള ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ള ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്തയല്ല മരണം, ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു. അല്ലെ? ദൈവത്തിന്റെ ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കും, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഗലാത്യലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ മനുഷ്യരെ പ്രശംസിക്കാനാണോ? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഇവിടെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതാണോ എന്നുള്ളതല്ലേ? നമ്മളെ അറിയുന്നത് ദൈവം മാത്രമാണ്, അല്ലെ? അതുകൊണ്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. നാം ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്, അല്ലെ? ഓക്കെ, കർത്താവായ ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ ഇടയില്ല എന്ന് പറഞ്ഞെങ്കിലും തന്നെ ക്രിസ്തു തന്നിലൂടെ പ്രവർത്തിച്ചല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ കാണുന്നുണ്ട്, നമ്മൾ മുമ്പേ വായിച്ചാണ്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പം എന്നിട്ട് അവിടെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാമെന്നും പലർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്നാൽ വെച്ചാൽ എനിക്ക് എത്ര അധികം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എബ്രായൻ എന്നുള്ള എബ്രായൻ, ഇസ്രായേൽ ഗോത്രക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെയും ആ നായ്ക്കളെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത്, അവിടെയും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. പൗലോസ് ഒരിക്കലും തന്നെ പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. ഓക്കെ, ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ അതിന് 19-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഈ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. പലരും ജഡപ്രകാരം പ്രശംസിക്കുക, ഞാനും പ്രശംസിക്കും. പലരും ആ കൊരിന്ത്യയിലെ ഉപദേഷ്ടാക്കന്മാർ ജഡപ്രകാരം പ്രശംസിക്കുന്നു, അവര് തങ്ങളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും പ്രശംസിക്കും. നിങ്ങൾ 19-ാമത്തെ വാക്യം, നിങ്ങൾ ബുദ്ധിമാന്മാർ ആകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പോർക്കുന്നുവല്ലോ. അപ്പൊ കൊരിന്ത്യർ പറയുന്നത്,
ഞങ്ങള് ബുദ്ധിമാന്മാരാണ്, ജ്ഞാനികളാണെന്ന് പറയുന്നുണ്ട് അല്ലെ. കൊരിന്ത്യർ ലേഖനത്തില് 1-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും യഹൂദന്മാർ അടയാളം ചോദിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞവരാണ്, അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ജ്ഞാനം അന്വേഷിക്കുന്ന അവരോട് പറയുന്നത്, നിങ്ങൾ ജ്ഞാനികളായതുകൊണ്ട് ബുദ്ധിഹീനന്മാരെ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങള് സന്തോഷത്തോടെ കള്ള ഉപദേഷ്ടാക്കന്മാരെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒരു സർക്കാസ്റ്റിക് വേയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ബുദ്ധിമാന്മാരാ, പക്ഷെ ആ ബുദ്ധിഹീനരെയൊക്കെ നിങ്ങൾ പൊറുക്കുന്നു, അവരെ സഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പ്രയോഗം നമുക്ക് 1 കൊരിന്ത്യർ 4:10 കാണാം. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ഭോഷന്മാരാണ്, നിങ്ങൾ വിവേകികളാണ്. ഞങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ ബലവാന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവരെ എന്താ പറയുന്നത്, അവരെ ഒരു സർക്കാസ്റ്റിക് വേയിലാണ് അവിടെ അതും പറയുന്നത്. അപ്പം നിങ്ങൾ ബുദ്ധിമാന്മാരാ, ഞങ്ങൾ ബുദ്ധിഹീനരൊക്കെയാ, പക്ഷെ നിങ്ങൾ ബുദ്ധിഹീനരായവരെ, നിങ്ങൾ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരെ നിങ്ങൾ പൊറുക്കുന്നുവല്ലോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുവല്ലോ, നിങ്ങൾ അവരെ ക്ഷമിക്കുന്നുവല്ലോ. ഒരിക്കലും സത്യസുവിശേഷം ത്തിനെതിരായിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വരുന്നവരെ തള്ളിക്കളയേണ്ടവർ അവരെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു, അവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ, നമുക്ക് അടുത്ത വാക്യം. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നു കളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, നിങ്ങളെ ഒരുവൻ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. എന്തെന്നാൽ POC, നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുവല്ലോ. അപ്പൊ ഒരുവൻ അടിമപ്പെടുത്തുക, അവരെ എന്തിനടിമപ്പെടുത്തി? അവരുടെ സുവിശേഷത്തിന് അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തിന് കൊരിന്ത്യരെ അടിമപ്പെടുത്തി. യഹൂദന്മാരിൽ നിന്ന് വന്നവരായിരിക്കും. നമ്മൾ താഴെ പറയുന്നുണ്ട്, അവര് ആത്മപ്രശംസ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അവര് അവരുടെ മതത്തെ പറ്റി, അവരുടെ ഒരു പാരമ്പര്യത്തെ പറ്റി പ്രശംസ നടത്തുന്നവരായിരുന്നു. അവര് ഗലാത്യ സഭയിൽ നടന്ന എന്താ, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളും കൂടെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് വിശ്വാസം മാത്രമാണ് അടിസ്ഥാനം, വിശ്വാസത്താൽ അല്ലാതെ രക്ഷിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി. പക്ഷേ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചവർ, കള്ള ഉപദേഷ്ടാക്കന്മാർ അവിടെ കടന്നു വന്നിട്ട് അവരോട് പറഞ്ഞു, വിശ്വാസത്താൽ മാത്രമല്ല, വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം, പരിച്ഛേദന ചെയ്യണം, മറ്റുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഇവിടെ അടിമകളാക്കുക. അവരെന്തോ ചെയ്യുന്നത്? അവരെ അടിമകളാക്കി, അവരുടെ ഉപദേശത്തിലേക്ക് അവരെ വലിച്ചു ഇഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗലാത്യ ലേഖനം ഒന്ന് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു, അവർ നമ്മെ അടിമപ്പെടുത്തുവേണ്ടതിന് ക്രിസ്തുവേശു നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഉപദേശത്തിന് അടിമപ്പെടുത്തുവാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, 5-ാമത്തെ അധ്യായം 1-ാം ഭാഗത്ത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അടിമനുഖത്തിൽ അടിമനുഖമാണ്. നാം ഒരിക്കൽ അടിമനുഖത്തിന്റെ കീഴിലായിരുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ യഹൂദന്മാരല്ലായിരുന്നു, പക്ഷെ നമ്മൾ പാപത്തിന്റെ കീഴിലായിരുന്നു. പാപത്തിന്റെ കീഴിൽ നിന്നും, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്താണ്. പിന്നെയും നമ്മൾ അതിലേക്ക് പോകരുത്. ഗലാത്യ ലേഖനം, ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ പിന്നെയും നിങ്ങൾ പുതുതായി പഴയ പാഠത്തിന് അടിമപ്പെട്ടു പോകാൻ ഇടയായി തീരരുത്. നമ്മള് അവിടെ പറയുന്ന ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെട്ടു പോകാൻ ഇടയായി തീരരുത്. നമ്മൾ പണ്ട് അതിനൊക്കെ അടിമകളായിരുന്നു, ഇപ്പോൾ നമ്മൾ അതിന് അടിമകളാകാൻ പോകല്ല. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ ക്രൂശിനടിമകളാണ്, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലായിത്തീർന്നവരാണ്, ക്രിസ്തുവിന്റെ നുഖത്തിന് കീഴിലായിത്തീർന്നത്.
വേറൊരുത്തന്റെ നുഖത്തിന് കീഴിൽ നാം നമ്മുടെ ചുമല് വെച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീരരുത്. മുമ്പേ പറഞ്ഞ പോലെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് അവരുടെ ആ നുഖത്തിന്റെ ഇടയിൽ അടിയിൽ അവരെ അടിമകളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത്, ഒരുവൻ തിന്നുകളഞ്ഞാലും, തിന്നുകളഞ്ഞു പറഞ്ഞാൽ നിങ്ങളെ കൊള്ളയടിക്കുക, സാമ്പത്തികമായി നിങ്ങളിൽ നിന്ന് ഭീമമായ തുകകൾ ഈടാക്കി, അല്ലെങ്കിൽ അവർ നിങ്ങളെ കവർച്ച ചെയ്യുകയാണെന്ന് പറയാം, തിന്നുകളയുന്നു. അപ്പൊ പോളിനെ പോലെ അവർ സൗജന്യമായിട്ടൊന്നുമല്ല ശുശ്രൂഷ ചെയ്തത്, അവരിൽ നിന്നും സാമ്പത്തിക സഹായം എടുത്തിരുന്നു. ഇത് പറയുന്നത്, നിങ്ങളെ പിടിച്ചു പറിക്കുക, ഒരുവൻ നിങ്ങളെ പിടിച്ചു പറിച്ചാലും ചൂഷണം ചെയ്യുക, അവരെ ഇരയാക്കി മാറ്റുക, അവരുടെ ഇഷ്ടത്തിന് അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോവുക, അവരെ ആ വശീകരണ വലയിലാക്കി അവരുടെ പോലെ നടക്കുമാറാക്കുന്നു, ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമാറാക്കി. നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കേണ്ടവരൊന്നും അല്ല, അല്ലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ ആൾക്കാരാകേണ്ടവരാണെന്ന് ലോകത്തിന്റെ ചിന്തയിലേക്ക് അവരെ നടത്തുവാനായി പോയി. പിന്നെ ഇനി പറഞ്ഞു, ഒരുത്തിന് അഹങ്കരിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആത്മപ്രശംസ നടത്തിയവരാണ്, അവർ നിഗളിച്ചു നടക്കുന്നവരാണ്, അവര് അങ്ങനെ ചെയ്തിട്ട് പോലും നിങ്ങൾ അവരെ പൊറുക്കുന്നുവല്ലോ. തങ്ങളെ തന്നെ ഉയർത്തുന്നവരായിരുന്നു, അവരുടെ വലയിലേക്ക് ഇവരും അകപ്പെട്ടു പോയി. ഇനി ഒരുത്തൻ മുഖത്തടിച്ചാലും, അങ്ങനെ പറഞ്ഞാല് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ അവരെ ആരും മുഖത്തടിച്ചെന്നല്ല പറഞ്ഞ്, അന്നത്തെ യഹൂദ സമ്പ്രദായം അനുസരിച്ചിട്ട് പള്ളിപ്രമാണികൾ, യഹൂദ മതത്തിലെ പള്ളിപ്രമാണികളൊക്കെ തങ്ങളുടെ ആ ഒരു അധികാരം സമർത്ഥിക്കാനായിട്ട് ആൾക്കാരെ, ഇടവക ജനങ്ങളെ മുഖത്തടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കാരണം തങ്ങൾക്ക് അധികാരം ഉള്ളവരെന്ന് കാണിക്കാനായിട്ട് പൗലോസിനെ മുഖത്തടിച്ച ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 23:1-2 ഞാനൊന്ന് വായിക്കാം. അന്നത്തെ മഹാപുരോഹിതന്മാരും വലിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. കാരണം തങ്ങൾ വലിയ ആൾക്കാരാണ്, തങ്ങൾക്ക് എന്താ പറയുന്നത് അധികാരമുണ്ട് എന്ന രീതിയിൽ അവര് ആ അധികാരം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടി അവർ ചെയ്തിരുന്നു. വായിക്കാം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായിക്കടിക്കാൻ കൽപ്പിച്ചു. കാരണം എനിക്കാണ് അധികാരം, നീ ഒരു ഭോഷനാ എന്ന് പറയുന്ന ഒരവസ്ഥ. കാരണം അവരുടെ അധികാരത്തെ അവർ ഉറപ്പിക്കുക, അവർക്ക് എനിക്ക് വലിയ അധികാരം ഉണ്ടെന്ന് അവർ കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പം പറയാം, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ മുഖത്തടിച്ചാലും നിങ്ങൾ അവരെ പൊറുക്കുന്നുണ്ട്, അവർ വലിയ അധികാരമുള്ളവരാണെന്ന് അവർക്കൊക്കെ മനസ്സിലാകും. നമുക്കൊന്നും ഇത് മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അവർക്ക് നല്ലവണ്ണം അത് മനസ്സിലാകും. കാരണം അവര് അവരിൽ ചിലരൊക്കെ യഹൂദന്മാരിൽ നിന്ന് വന്നവരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന മതപ്രമാണികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ പൗലോസ് പറയാം, നിങ്ങൾ അവരെ മുഖത്തടിച്ചാലും അവര് വലിയ അധികാരസ്ഥരാന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പൊറുക്കും, കാരണം നിങ്ങൾ അവരോട് മറുത്തു പറയാറില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അധ്യക്ഷൻ തല്ലുകാരനാകരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്നിട്ട് ഇവര് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മള് പത്രോസിന്റെ ലേഖനം ഒരു വാക്കിലൂടെ വായിച്ചിട്ട് ഞാൻ പോകാം. 1 പത്രോസ് 5:2 ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് 5:2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. അല്ലെ, നമ്മളുടെ സഭാവിഭാഗങ്ങളിലൊക്കെ ഏത് വിഭാഗങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇടവക ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ അവരുടെ സ്വാതന്ത്ര്യത്തിലാക്കി തീർക്കുന്നത്. ഞങ്ങൾക്കെല്ലാം അധികാരമുണ്ട്, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, അല്ലെ എന്ന് പറയുന്ന അവസ്ഥയിൽ ആക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ആരും എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്, അല്ലെ, എന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, നിർബന്ധത്താലല്ല, ദൈവഹിതത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടില്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട്, ക്രിസ്തുവിന് മാതൃകളായി തീർന്നുകൊണ്ട് ഭരിക്കുന്നവരാണ് നല്ല ശുശ്രൂഷകന്മാർ. ഇവരെന്താ ചെയ്ത? പൗലോസ് അപ്പോസ്തലൻ ആ മാതൃകയെ കാണിച്ചു കൊടുത്തല്ലേ. തനിക്ക് അപ്പോസ്തലത്തിന്റെ ഘനത്തോടെ ഇരിപ്പാൻ അവസരമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും
താൻ ഒരു അപ്പനെ പോലെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു ദാസനെ പോലെ താൻ അവരോട് ഇടപെടുകയാണ് ചെയ്തത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നു കളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ ഓർക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അവര് ആ സത്യമായ കാര്യങ്ങളുടെ കാര്യത്തിൽ പൊറുക്കുന്നതിനേക്കാൾ അധികമായി അസത്യത്തിന് ചെവി കേട്ടുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവര് പൊറുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പീഡനങ്ങൾ ഇഷ്ടം പോലെ ഇവരുടെ കയ്യിൽ നിന്നും വരുന്നുണ്ട്, അവരെ അടിമപ്പെടുത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവര് സഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാം, നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾ അവരുടെ ചക്കരവാക്ക് കേട്ട് അവർക്ക് അടിമകളായി ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ഒരു വാക്യങ്ങളോട് നമുക്ക് പോകാം. 21-ാമത്തെ വാക്യം. അത് ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു, എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനായി പറയുന്നു, ഞാനും ധൈര്യം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ കൊരിന്ത്യയില് വന്ന ദുരുപദേഷ്ടന്മാർ തങ്ങൾക്ക് ഇല്ലാത്ത അധികാരം കൊരിന്ത്യ സഭകളുടെ മേൽ അല്ലെ കൊരിന്തിലെ ജനങ്ങളുടെ മേൽ പ്രയോഗിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലായിട്ടും അവർ അവരെ പൊറുത്തു. പൗലോസ് പറയുകയാണ്, ഞാൻ അതിൽ ബലഹീനനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ അധികാരം, ഞങ്ങൾ അപ്പോസ്തലൻ എന്ന അധികാരം ഉണ്ടാകുന്നു, നിങ്ങളെ അമർച്ച ചെയ്യുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. നമ്മള് ദൈവവചനത്തില് യിരെമ്യാവിനോട് പറയുന്ന ഇടിച്ചു കളവാനും പൊളിച്ചു കളവാനും ഒക്കെ പണിവാനും ഉള്ള അധികാരം തന്നിരിക്കുന്നു പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ അതെടുത്തില്ല. അക്കാര്യത്തിൽ ഞാൻ ബലഹീനായിരുന്നു എന്ന് പറഞ്ഞാല് എനിക്ക് അധികാരം എടുക്കാമായിരുന്നു, ഞാനത് എടുത്തില്ല. അതാണ്, ആ കാര്യത്തിൽ ഞാൻ ബലഹീനായിരുന്നു എന്ന് പറയുന്നായിരുന്നു. അവരുടെ വന്ന കള്ള ഉപദേഷ്ടാക്കന്മാർ തങ്ങൾക്കില്ലാത്ത അധികാരം അവരുടെ മേൽ ചുമത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമ്മള് 2 കൊരിന്ത്യർ 6:8 ഇങ്ങനെ കാണുന്നുണ്ട്, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചിട്ടും ചതിവന്മാരെന്നിട്ട് ഇങ്ങനെയൊക്കെ മാനാപമാനങ്ങൾ തനിക്കുണ്ടായ ദുഷ്കീർത്തികളെല്ലാം ഉണ്ടായിട്ടും അവര് ചതിയന്മാരെന്ന് പറഞ്ഞു, വഞ്ചിച്ചെടുത്തവരെന്ന് പറഞ്ഞു, എന്നിട്ടും താൻ തന്റെ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സൗമ്യതയോടെ തങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്തത്. അവരെ നേരെ നടത്തുവാൻ വേണ്ടിയിട്ട് അവരെ സൗമ്യതയുടെ ആത്മാവിൽ ആ അപ്പോസ്തലന്റെ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരെ ചെയ്തതാണ് ചെയ്യുക. അങ്ങനെയുള്ള അവസ്ഥകളിൽ കടന്നു പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മേലെ അത്ര പ്രശ്നങ്ങൾ അവരെ ഇങ്ങനെ ചതിയന്മാരെന്നും പറഞ്ഞിട്ട് പോലും താൻ തന്റെ അധികാരങ്ങളൊന്നും ഉപയോഗിച്ചില്ല. എന്നിട്ട് ഇപ്പോഴെന്താണ് കാര്യം? ക്രിസ്തുവിന്റെ ഏകാഗ്രത നിർമ്മല എന്നവർ വഷളായി പോകുന്നത് കൊണ്ട്, അങ്ങനെ പോയ അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് താൻ പ്രശംസിക്കാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ പറയുകയാണ്, ദുരുപദേഷ്ടാക്കൾ എന്താ പറയുക, അവര് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ അവസ്ഥയിലാക്കി, പക്ഷെ എനിക്കും അങ്ങനെയൊക്കെ പറയാമായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പൊ പറയുകയാണ്, അവർക്ക് നമുക്കൊന്നുകൂടെ വായിക്കാം. അത് ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറഞ്ഞു, എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ, എന്തുവാ, അധികാരം പ്രയോഗിക്കാനായിട്ട് ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം അവര് പ്രശംസിച്ചു തങ്ങളില്, അതുകൊണ്ട് ഞാനും ഇപ്പോൾ പ്രശംസിക്കുന്നു. ഞാൻ എൻ്റെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെ പൗലോസ് തന്റെ സാക്ഷ്യം, കഷ്ടതകളുടെ സാക്ഷ്യം പറയുകയാണ്. താൻ കഷ്ടതകളുടെ സാക്ഷ്യങ്ങളൊന്നും ഒരിക്കലും പറയാറില്ല, ക്രൂശിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. തന്റെ കഷ്ടതകളുടെ സാക്ഷ്യമാണ് താഴോട്ട് പറയുന്നത്. പൗലോസ്, ഞാനിവിടെ നിർത്തുകയാണ്. അപ്പം പൗലോസ് ഒരിക്കലും തന്നിൽ തന്നെ പ്രശംസിപ്പാനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷെ കൊരിന്ത്യർ തന്റെ പ്രശംസാ പാത്രങ്ങളായിരുന്നു. പൗലോസിനെ കുറിച്ച് പ്രശംസിക്കേണ്ടവർ കൊരിന്ത്യക്കാരായിരുന്നു. അവര് കള്ള ഉപദേഷ്ടാക്കന്മാരുടെ വലയിൽ കുടുങ്ങി പൗലോസിനെ എതിർക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിന്റെ നിർമ്മലതയും ഏകാഗ്രതയും വഷളായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പൗലോസ് സ്വയമായി ഒന്ന് പ്രശംസിക്കാട്ട് അല്പം ഒന്ന് പ്രശംസിച്ചു. പൗലോസ് പറയുക, അല്പം പ്രശംസിച്ച് നിങ്ങൾ എന്നെ ഭോഷനായി കരുതണം, ഞാൻ ബലഹീനനായി പോയി,
കാരണം എനിക്ക് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും ഈ വചനത്തിൽ തന്നെ ആശ്രയിക്കാം. നാമും ഒരിക്കലും സ്വയം പ്രശംസ നടത്താതെ ക്രിസ്തുവിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നും നമുക്കും ഇടയായി തീരുതെ നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയാണ് നാം രക്ഷയിലേക്ക് വന്നത്. നാശത്തിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.